ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി. എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമയെന്നും ഈ പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുന്നതായും മോഹൻലാൽ പറഞ്ഞു. ഡൽഹിയിലാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം നടന്നത്. 5 പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത്. പൂക്കാലം സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും, ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയും സ്വന്തമാക്കി. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിനാണ്. അവാർഡ് വിതരണ ചടങ്ങിൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അശ്വനി വൈഷ്ണവും പങ്കെടുത്തു. മികച്ച എഡിറ്റർ പുരസ്കാരത്തിന് പൂക്കാലം സിനിമയുടെ എഡിറ്റർ മിഥുൻ മുരളിയാണ് അർഹനായത്. നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ MK രാംദാസ് സംവിധാനം ചെയ്ത നെകൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, മലയാളത്തിന് ഇന്ന് അഭിമാന മുഹൂർത്തം തന്നെയാണ്. അതോടൊപ്പം ചലച്ചിത്ര മേഖലയിൽ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് ആ അഭിമാന നിമിഷത്തിന് ഒന്നുകൂടി മാറ്റുകൂടുന്നതായി കണ്ടതുമാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? മലയാളിയുടെ അഭിമാന താരം നടൻ മോഹൻലാൽ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയിരിക്കുന്നു. മലയാളികളുടെ അഭിമാനം വാനോളമുയർത്തുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് പ്രേക്ഷകർ തത്സമയം കണ്ടത്. ഇപ്പോൾ അല്പസമയത്തിനകം ഈ അവാർഡ് ജേതാക്കൾ ഇതിലെ ഇറങ്ങി പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ പ്രതികരണം ഒരുപക്ഷെ ലഭിച്ചേക്കുകയും ചെയ്യും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ദിവസമാണ് ഇത്. ഈ സംസാരിച്ചു തുടങ്ങിയ ആളുകൾ എല്ലാവരും തന്നെ മോഹൻലാലിനെ പ്രശംസിച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രസംഗം തുടങ്ങിയത് തന്നെ. തങ്ങൾ ഉഗ്രൻ ഒരു ആക്ടറാണ് എന്നാണ് അശ്വനി വൈഷ്ണവ് മലയാളത്തിൽ പറയുകയുണ്ടായത്. ഒപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അദ്ദേഹത്തെ പ്രശംസിച്ചു. താങ്കളുടെ സ്ഥാനലബ്ധിയിൽ സന്തോഷം അലയടിക്കുകയാണ് എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറയുകയും ചെയ്തു. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഇതാദ്യമായാണ് ഒരു മലയാളി താരത്തിന് ലഭിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഇന്നിപ്പോൾ ഈ വിഗ്യാൻ ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമർപ്പിക്കുകയുണ്ടായി. മികച്ച നടനുള്ള പുരസ്കാരം ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും ഏറ്റുവാങ്ങുകയുണ്ടായി. ജവാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഷാറൂഖ് ഖാനും 12th ഫെയിൽ സിനിമയിലെ മികച്ച പ്രകടനത്തിനും വിക്രാന്ത് മാസിയും ഈ അവാർഡ് ഏറ്റുവാങ്ങിയത്. റാണി മുഖർജിയാണ് മികച്ച നടി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു റാണി മുഖർജിക്ക് പുരസ്കാരം ലഭിച്ചത്. അവർ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതേസമയം ഉള്ളൊഴുക്ക് മികച്ച മലയാള ചലച്ചിത്രം എന്ന രീതിയിൽ അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശി മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉർവശിയും എന്ന പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവൻ മികച്ച സഹനടനുള്ള പുരസ്കാരം നേരത്തെ നേടിയിരുന്ന. ആ പുരസ്കാരം ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും അദ്ദേഹവും ഇന്ന് ഏറ്റുവാങ്ങുകയുണ്ടായി. വൈകിട്ട് 4 മണിക്കാണ് വിഗ്യാൻ ഭവനിൽ ഈ പരിപാടി ആരംഭിച്ചത്. തുടർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓരോ അവാർഡ് ജേതാക്കൾക്കും പുരസ്കാരം കൈമാറി. ഇപ്പോൾ പരിപാടി അവസാനിച്ച് രാഷ്ട്രപതി പോയി. ഇനി അല്പസമയത്തിനകം പ്രധാനപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മോഹൻലാൽ പുറത്തേക്ക് ഇപ്പോൾ ഓരോ താരങ്ങളായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. താരങ്ങൾ അല്പസമയത്തിനകം പുറത്തേക്ക് വരും. ഒരുപക്ഷെ അവരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ ഇവിടെ വെച്ചുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നറിയില്ല. കാരണം വലിയ തിരക്ക് താരങ്ങളെ കാണുന്നതിന് വേണ്ടി ഇവിടെയുണ്ട്. ഷാറൂഖ് ഖാൻ ഉൾപ്പെടെയുള്ളവർ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. അവർ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് രോഹിണി കാണുന്നത്. മലയാളിയെ സംബന്ധിച്ച് ഈ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഒരു മലയാളിക്ക് ഇത് ആദ്യമായി കിട്ടുന്ന സന്തോഷം, അത് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിന് കിട്ടുന്നു എന്ന ആഹ്ലാദം അതാണുള്ളത്. അതെ, ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഒരുപക്ഷെ പുറത്തേക്ക് വരുന്ന താരങ്ങൾ മാധ്യമങ്ങളോട് അടക്കം പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിന് ശേഷം രാഷ്ട്രപതിയുമായി അത്താഴ വിരുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട് അവാർഡ് ജേതാക്കൾക്ക്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ രോഹിണി നമുക്ക് കാണാൻ സാധിക്കും. ഷാറൂഖ് ഖാൻ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഈ അവാർഡ് ഏറ്റുവാങ്ങി പുറത്തേക്ക് പോയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഷാറൂഖ് ഖാൻ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. മോഹൻലാലിൻ്റെ വാഹനം
അകത്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മോഹൻലാലിന് പോകാനുള്ള വാഹനമാണ്. അല്പസമയത്തിനകം മോഹൻലാൽ കൂടി ഇതിലേക്ക് വരും. ഇപ്പോൾ രോഹിണി ചോദിച്ച ഒരു ചോദ്യം അത്താഴ വിരുന്നുമായി ബന്ധപ്പെട്ടാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണത്. ഈ അവാർഡ് ജേതാക്കൾക്ക് അത്താഴ വിരുന്ന് രാഷ്ട്രപതി ഒരുക്കാറുണ്ട്. അത്താഴ വിരുന്ന് ഇന്ന് ഒരുക്കിയിട്ടുമുണ്ട്. അതിൽ മലയാളികളുടെ അഭിമാന താരം മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കും. മോഹൻലാൽ അല്പസമയത്തിനകം പുറത്തേക്ക് വരും. മോഹൻലാലിന് പോകുന്നതിനുള്ള വാഹനമാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. രോഹിണി, അതെ, അതുമാത്രമല്ല ശ്രീകാന്ത്, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിന്റെ മുഹൂർത്തമാണ്. അതോടൊപ്പം തന്നെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന് ലഭിച്ചതിലൂടെ മലയാളം എന്ന സിനിമ ചലച്ചിത്ര മേഖല ഭാരതത്തിൻ്റെ നെറുകയിൽ, ഭാരതത്തിൻ്റെ കലാരംഗത്ത് അതിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാകുകയാണത്. നമ്മുടെ നടൻ മോഹൻലാലിലൂടെ എന്ന് പറയുമ്പോൾ ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടിയാണ്. നമ്മൾ കണ്ടതാണ്, ഹർഷാരവത്തോടെ സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് മോഹൻലാലിന് അഭിനന്ദന പ്രവാഹം തങ്ങളുടെ കരഘോഷങ്ങളിലൂടെ അറിയിച്ചത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന, വേദിയിലുണ്ടായിരുന്ന ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ കലാമികവിനെ എത്രത്തോളം പുകഴ്ത്തിയാണ് സംസാരിച്ചത് എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ആ അതുല്യ നടനിലൂടെ, ആ അസാമാന്യ കലാകാരനിലൂടെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിലേക്ക്, കേരളത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാം അദ്ദേഹത്തിന്റെ കലാസപര്യയും ഒപ്പം മലയാള സിനിമാ ചലച്ചിത്ര ലോകത്തിന്റെ നേട്ടങ്ങളും. രോഹിണി, പതിറ്റാണ്ടുകളായി മലയാള സിനിമ അടക്കി വാഴുന്ന രണ്ട് എമ്മുകൾ, അതിൽ മമ്മൂട്ടിയും മോഹൻലാലും. അതിൽ മോഹൻലാൽ മലയാളികൾക്ക് അഭിമാനമായി, മലയാളികൾക്ക് അത്യാഹ്ലാദം പകർന്നുകൊണ്ട് മോഹൻലാൽ ഇപ്പോൾ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മലയാളികളെ സംബന്ധിച്ച് മാത്രമല്ല, തെക്കേ ഇന്ത്യയിലെ നമ്മുടെ സിനിമാ മേഖലയെ സംബന്ധിച്ച് കൂടി എടുത്തു പറയേണ്ട നേട്ടമാണ്. അദ്ദേഹത്തെ ഒരു മേഖലയിലായി, തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മേഖലയിലായി മാത്രം ഒതുക്കാവുന്ന നടനല്ല, അതിലും അപ്പുറം വളർന്ന അതുല്യനായ നടനാണ് മോഹൻലാൽ. പക്ഷേ അദ്ദേഹം കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഉൾപ്പെടെ അദ്ദേഹം കൂടുതൽ സിനിമകളിൽ, തെക്കേ ഇന്ത്യൻ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ച്, തെക്കേ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ ആഹ്ലാദം നൽകുന്ന ഒരു ദിവസമാണ് ഇത് എന്ന് പറയാതിരിക്കാനാകില്ല. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ദേശീയ ധാരയിലേക്ക് മലയാള സിനിമയെ എടുത്തുയർത്താൻ മോഹൻലാലിലൂടെ അതിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലാലേട്ടൻ ഈ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ലാലേട്ടൻ എന്ന് അഭിസംബോധന ചെയ്താണ് അദ്ദേഹത്തെ ഈ പ്രസംഗം ആരംഭിച്ചത് തന്നെ. അതിനുശേഷം അശ്വിനി വൈഷ്ണവ് മന്ത്രി ഈ പ്രസംഗത്തിനിടെ താങ്കൾ ഒരു ഭയങ്കര ആക്ടറാണ്, ഉഗ്രൻ ആക്ടറാണ് എന്ന് മലയാളത്തിൽ മോഹൻലാലിനെ വിശേഷിപ്പിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു, ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. തൊട്ടു പിന്നാലെ രാഷ്ട്രപതിയും മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് താങ്കളുടെ നേട്ടത്തിൽ അതിയായ സന്തോഷം അലയടിക്കുകയാണ് എന്ന് രാഷ്ട്രപതിയും അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. അതായത് മലയാള സിനിമയെ രാജ്യത്താകമാനം, രാജ്യത്തിൻ്റെ സിനിമാ മേഖലയുടെ നെറുകയിലേക്ക് എടുത്തുയർത്താൻ മോഹൻലാൽ എന്ന വ്യക്തിയിലൂടെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എത്രയോ കാലമായി മോഹൻലാൽ കേരളത്തിൽ മലയാള സിനിമയിൽ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് ഏട്ടനായും അതോടൊപ്പം ഭർത്താവായും അതോടൊപ്പം കാമുകനായും ഒക്കെ അദ്ദേഹം നിറഞ്ഞാടിയ സിനിമകൾ ധാരാളം മലയാളികൾ കണ്ടതാണ്. മലയാളികളെ ചിന്തിച്ചും ചിരിപ്പിച്ചും കരയിപ്പിച്ചും മോഹൻലാൽ ഈ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം നിറഞ്ഞു നിന്നതാണ്. ഏറ്റവും ഒടുവിൽ ആ സബരിയയ്ക്ക്, ആ അഭിനയ സബരിയയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് പുരസ്കാര നിറവിൽ അദ്ദേഹം എത്തി നിൽക്കുന്നു. പരമോന്നത ബഹുമതി, സിനിമാ മേഖലയിലെ പരമോന്നത ബഹുമതി ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് മോഹൻലാൽ കരസ്ഥമാക്കിയിരിക്കുന്നു. രാഷ്ട്രപതി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. ഇതിൽ പരം മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ മറ്റൊരു സാഹചര്യമില്ല. ഇന്നത്തെ ദിവസം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്യധികം ആഹ്ലാദിക്കാൻ കഴിയുന്ന ദിവസമാണ്. അതെ, തീർച്ചയായും. ശ്രീകാന്താണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാലിനെ അഭിനന്ദിച്ച് കേന്ദ്ര വാർത്താവിതരണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ്. മോഹൻലാൽ ഇതിഹാസ നടനെന്നും ഏറ്റവും കൂടുതൽ കയ്യടി അദ്ദേഹത്തിന് നൽകണമെന്നും ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. बहुत बड़े बड़े लोग आए थे, उसमें कई हॉल में आवाज सफिशिएंट नहीं है,
Tangaluru Ogram Ektaran, true legend. Give a loud shout out. बहुत बड़े बड़े लोग आए थे उसमें कई